ഇന്ത്യൻ എഴുത്തിന്റെ ചരിത്രത്തിൽ മായാത്ത ഒരു അധ്യായം എഴുതി ചേർത്ത കമ്പനിയാണ് ബ്രിൽ ഇങ്ക് കമ്പനി. നിരവധി തലമുറകളുടെ നോട്ട്ബുക്കുകളിലും ഡയറികളിലും ഒപ്പുവെച്ച ഈ മഷി വെറുമൊരു ഉൽപ്പന്നം എന്നതിലുപരി ഒരു വികാരം കൂടിയായിരുന്നു. 1964 ഡോക്ടർ എൻ ജയറാം ആരംഭിച്ച ഈ സ്ഥാപനം കാലത്തിനനുസരിച്ച് മാറി പുതിയ വഴികൾ തേടി എങ്ങനെ മുന്നോട്ടു പോയി എന്നതിന്റെ ഉജ്ജ്വലമായ ഒരു കഥയാണ് ബ്രില്ലിന് പറയാനുള്ളത്. പേനത്തുമ്പിൽ നിന്ന് കടലാസിലേക്ക് ഒഴുകിയെത്തിയ നീലമഷിയിൽ നിന്ന് ഡയപ്പറുകളിലേക്കും ബാലൻസ് ബൈക്കുകളിലേക്കും ബ്രിൽ നടത്തിയ യാത്ര നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ എൻ ജയറാം എന്ന ദീർഘവീക്ഷണമുള്ള ശാസ്ത്രജ്ഞൻ 1964 ഇൻഡസ്ട്രിയൽ റിസർച്ച് കോർപ്പറേഷൻ എന്ന പേരിൽ ബ്രിൽ ഇങ്ക് കമ്പനി ആരംഭിച്ചത്. അക്കാലത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ ഫൗണ്ടൻ പേനകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. പേനകളിൽ നിറയ്ക്കാൻ നല്ല നിലവാരമുള്ള മഷിക്ക് വലിയ ഡിമാൻഡായിരുന്ന കാലമായിരുന്നു അത്. ഈ ആവശ്യം തിരിച്ചറിഞ്ഞ ഡോക്ടർ ജയറാം മികച്ച നിലവാരമുള്ളതും വേഗത്തിൽ ഉണങ്ങുന്നതുമായ മഷികൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആദ്യകാലത്ത് പലതരം ഫൗണ്ടൻ പേനകൾക്ക് അനുയോജ്യമായ മഷികളായിരുന്നു ബ്രില്ലിന്റെ പ്രധാന ഉൽപ്പന്നം. മഷി നിർമ്മാണത്തിന്റെ രഹസ്യ ഫോർമുലകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബ്രില്ലിന്റെ നീല, കറുപ്പ്, ചുവപ്പ്, പിങ്ക് തുടങ്ങിയ നിറങ്ങളിലുള്ള മഷികൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവയായി മാറി. അക്കാലത്ത് ചെൽപാർക്ക്, കാമലിൻ തുടങ്ങിയ മറ്റ് മഷി നിർമ്മാതാക്കളും വിപണിയിൽ സജീവമായിരുന്നു. എന്നിരുന്നാലും ബ്രിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും വേഗത്തിൽ ഉണങ്ങാനുള്ള കഴിവും കൊണ്ട് ഉപഭോക്താക്കളുടെ മനസ്സിൽ തങ്ങളുടേതായ ഒരിടം കണ്ടെത്തി. 1970കളിലും 1980കളിലും ബ്രിൽ ഇങ്ക് അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും ഫൗണ്ടൻ പേനകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നതിനാൽ ബ്രില്ലിന്റെ മഷി ഒരു അവിഭാജ്യ ഘടകമായി മാറി. വിദ്യാർത്ഥികൾക്ക് നീലമഷിയായിരുന്നു ഇഷ്ടമെങ്കിൽ അധ്യാപകർക്ക് ചുവപ്പും പിങ്കും മഷികളോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് കുപ്പികൾ വിറ്റഴിച്ചിരുന്ന ഒരു കാലഘട്ടം ബ്രില്ലിനുണ്ടായിരുന്നു. ഇത് ബ്രില്ലിന്റെ ഗുണനിലവാരത്തിന്റെയും വിപണിയിലെ സ്വീകാര്യതയുടെയും തെളിവായിരുന്നു. ഇന്ത്യൻ വിപണിയിൽ ബോൾ പോയിന്റ് പേനകളുടെ കടന്നുവരവ് ഫൗണ്ടൻ പേന വ്യവസായത്തിന് വലിയൊരു തിരിച്ചടിയായി. വേഗത്തിൽ എഴുതാനും ഉണങ്ങാനും എളുപ്പത്തിൽ കൊണ്ടു നടക്കാനും കഴിയുന്ന ബോൾ പോയിന്റ് പേനകൾ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രിയങ്കരമായി. ഇത് ഫൗണ്ടൻ പേനകളുടെയും മഷിയുടെയും വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടാക്കി. ബ്രില്ലിനെ പോലുള്ള പരമ്പരാഗത മഷി നിർമ്മാതാക്കൾക്ക് ഇത് വലിയ വെല്ലുവിളിയായി. വിപണിയിലെ താൽപ്പര്യങ്ങൾ മാറിയപ്പോൾ കമ്പനിക്ക് അവരുടെ ഉൽപ്പന്ന ശ്രേണി റീതിങ്ക് ചെയ്യേണ്ടി വന്നു. പരമ്പരാഗത ഉൽപ്പന്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിലനിൽപ്പില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. മഷി വ്യവസായത്തിലെ ലാഭം കുറഞ്ഞതും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ബ്രില്ലിനെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിച്ചു. കമ്പനിക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമായി വന്നു. ഇത് ബ്രില്ലിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. കാരണം അവർക്ക് അവരുടെ മുഖമുദ്രയായ മഷി നിർമ്മാണത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ ബ്രിൽ തീരുമാനിച്ചു. അവർ തങ്ങളുടെ ഉൽപ്പന്ന ശ്രേണി വികസിപ്പിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളായ ക്രയോൺസ്, ഓയിൽ പേസ്റ്റലുകൾ, പെൻസിലുകൾ, പേനകൾ എന്നിവയിലേക്ക് അവർ കടന്നു. ഇത് കമ്പനിക്ക് പുതിയ ഉപഭോക്താക്കളെ നേടാനും നഷ്ടപ്പെട്ട വിപണി വിഹിതം വീണ്ടെടുക്കാനും സഹായിച്ചു. 2012 കണക്കനുസരിച്ച് കമ്പനിയുടെ മൊത്തം ബിസിനസിന്റെ 80% സ്റ്റേഷനറി വിഭാഗത്തിൽ നിന്നായിരുന്നു. അതിൽ മഷിയുടെ സംഭാവന 35% കുറഞ്ഞു. ഇത് ബ്രിൽ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. സ്റ്റേഷനറിക്ക് പുറമെ ബ്രിൽ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഡയപ്പറുകൾ, ടോട്ട്ലേഴ്സിനുള്ള ബാലൻസ് ബൈക്കുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ അവർ വിപണിയിലെത്തിച്ചു. കുട്ടികളുടെ ഉൽപ്പന്നങ്ങളിലേക്കുള്ള ഈ ചുവടുമാറ്റം വളരെ തന്ത്രപരമായിരുന്നു. കാരണം ബ്രില്ലിന്റെ സെയിൽസ് ടീം സ്റ്റേഷനറി കടകളും കളിപ്പാട്ട കടകളും സ്ഥിരമായി സന്ദർശിച്ചിരുന്നത് ഈ വിഭാഗത്തിൽ നല്ലൊരു സാധ്യത നൽകി. കോർ ഉൽപ്പന്നങ്ങളെയും നോൺ കോർ ഉൽപ്പന്നങ്ങളെയും ബാലൻസ് ചെയ്യുക എന്നതായിരുന്നു ബ്രില്ലിന്റെ അന്നത്തെ മാനേജിംഗ് പാർട്ണർ ജയറാം രാജാറാം പറഞ്ഞ തന്ത്രം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സ്റ്റേഷനറി, കിഡ്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് 50:50 കോൺട്രിബ്യൂഷൻ നേടാനാണ് അവർ ലക്ഷ്യമിട്ടത്. പുതിയ ഉൽപ്പന്നങ്ങൾക്കൊപ്പം ബ്രിൽ തങ്ങളുടെ വിപണന തന്ത്രങ്ങളിലും മാറ്റങ്ങൾ വരുത്തി. ബ്രിൽ റീസെല്ലർ പ്രോഗ്രാം എന്ന പേരിൽ ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർ അവതരിപ്പിച്ചു. ഇത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ഹോം ബേസ്ഡ് ബിസിനസ് മോഡലായിരുന്നു. 4400 രൂപയുടെ ചെറിയ നിക്ഷേപത്തിൽ ആർക്കും ബ്രിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു ഇത്. ഇത് ബ്രില്ലിന്റെ ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരിലേക്കും എത്തിക്കാൻ സഹായിച്ചു. കൂടാതെ ഗ്ലോബൽ ഹാൻഡ് റൈറ്റിംഗ് മൂവ്മെന്റ് എന്ന ഒരു സോഷ്യൽ മിഷൻ ബ്രിൽ ഏറ്റെടുത്തു.
കൈയക്ഷരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഫൗണ്ടൻ പേന ഉപയോഗിച്ച് എഴുതുന്നത് കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തെ എങ്ങനെ സഹായിക്കുമെന്നും രക്ഷിതാക്കളെയും സ്കൂളുകളെയും ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ബോൾ പോയിന്റ് പേനകളുടെ ഉപയോഗം വർദ്ധിച്ചപ്പോൾ ഫൗണ്ടൻ പേനകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നു. ഈ പ്രസ്ഥാനത്തിലൂടെ ബ്രിൽ തങ്ങളുടെ പ്രധാന ഉൽപ്പന്നമായ മഷിയുടെ പ്രാധാന്യം വീണ്ടും ഊന്നി പറഞ്ഞു. ഫൗണ്ടൻ പേനകൾ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അവ സാമ്പത്തികമായി ലാഭകരമാണെന്നും ബ്രിൽ വാദിച്ചു. കാലിഗ്രാഫിയുടെ പ്രാധാന്യം, മോട്ടോർ കഴിവുകളുടെ വികസനം, കൈയക്ഷരം തലച്ചോറിന്റെ പ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും അവർ ഗവേഷണങ്ങൾ നടത്തി പ്രചരിപ്പിച്ചു. ഈ നീക്കം ബ്രില്ലിനെ ഒരു വാണിജ്യ സ്ഥാപനം എന്നതിലുപരി ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയ ബ്രാൻഡായി മാറ്റാൻ സഹായിച്ചു. ഡോക്ടർ എൻ ജയറാമിന്റെ കൊച്ചുമകനായ ജയറാം രാജാറാം ഇപ്പോൾ ബ്രില്ലിന്റെ മാനേജിംഗ് പാർട്ണറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബ്രിൽ ആധുനിക വിപണിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും ഡിജിറ്റൽ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ മുന്നോട്ടു പോകുന്നു. മേക്ക് ലിവിംഗ് ഫണ്ട് എന്ന മുദ്രാവാക്യവുമായി 1 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ലോകോത്തര ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകി ഉപഭോക്താക്കൾക്ക് സന്തോഷം നൽകുക എന്നതാണ് അവരുടെ ദൗത്യം. 2009 ഡിസംബർ 21-ന് ബ്രിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബാംഗ്ലൂരിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി ബ്രിൽ രജിസ്റ്റർ ചെയ്തു. ഇത് കമ്പനിയുടെ ലീഗൽ സ്ട്രക്ചറിന്റെ ഒരു മാറ്റത്തെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു. നിലവിൽ കമ്പനി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ബ്രിൽ കേവലം ഒരു മഷിക്കമ്പനി മാത്രമല്ല. അവർ സ്റ്റേഷനറി, കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ കൈയക്ഷരത്തിന്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രസ്ഥാനങ്ങൾ എന്നിവയിലൂടെയും സജീവമാണ്. പരമ്പരാഗത മൂല്യങ്ങളെയും ആധുനിക ആവശ്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ബ്രിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ മനസ്സിൽ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുന്നു. പണ്ടത്തെ പോലെ മഷിക്കുപ്പികൾ ലക്ഷക്കണക്കിന് വിറ്റഴിക്കുന്ന ഒരു കാലമല്ല ഇത്. എങ്കിലും ബ്രിൽ തങ്ങളുടെ ബ്രാൻഡ് മൂല്യവും ഗുണനിലവാരവും നിലനിർത്തിക്കൊണ്ട് പുതിയ വിപണികളിൽ ഇടം നേടുകയാണ്. ബ്രില്ലിന്റെ യാത്ര ഇന്ത്യൻ ബിസിനസ് ലോകത്തെ ഒരു പാഠപുസ്തകമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ താൽപര്യങ്ങളെയും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും എങ്ങനെ ഒരു കമ്പനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് ബ്രിൽ കാണിച്ചു തരുന്നു. ഒരു ചെറിയ മഷി കമ്പനിയിൽ നിന്ന് ആരംഭിച്ച് വൈവിധ്യവൽക്കരണത്തിലൂടെയും നൂതനമായ വിപണന തന്ത്രങ്ങളിലൂടെയും പുതിയ തലമുറകളിലേക്ക് എത്താൻ ബ്രില്ലിന് സാധിച്ചു. ഈ കമ്പനിയുടെ ഭാവി യാത്രയും ഇന്ത്യൻ വിപണിയിൽ ബ്രിൽ എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നതും ഉറ്റുനോക്കേണ്ട ഒന്നാണ്. മഷിത്തുള്ളികളിൽ നിന്ന് തുടങ്ങിയ ആ ബ്രാൻഡ് ഇന്നും അതിന്റെ പേര് തിളക്കത്തോടെ നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനമായി ബ്രില്ലിന്റെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ അവസരങ്ങൾ കണ്ടെത്തി നിരന്തരമായ പരിശ്രമത്തിലൂടെ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് ബ്രിൽ ഇങ്ക് കമ്പനി. ഒരു ബ്രാൻഡ് എന്ന നിലയിൽ അവർ തങ്ങളുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും മാനിക്കുന്നു. അതേസമയം ഭാവിക്കായി പുതിയ വഴികൾ തേടുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.